ഗുരുനാഥനായ ഷംസ് തബ്രീസിനെ കണ്ടെത്തിയ റൂമി തന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ഗ്രന്ഥങ്ങളും എടുത്ത് കിണറ്റിലിട്ടു. ഈ അറിവൊന്നും, ഞാൻ വായിച്ചതും പഠിച്ചതുമായ അറിവൊന്നും ഒരു അറിവല്ല. അതിനേക്കാൾ വലിയ അറിവാണ് ആത്മജ്ഞാനം. ലോകത്തെ ഏറ്റവും വലിയ സൂഫി വര്യന്മാരിൽ അറിയപ്പെടുന്ന ഒരാളാണ് റൂമി. നിങ്ങൾ ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു അറിവില്ല. ബാക്കി അറിവുകളെല്ലാം നിങ്ങൾക്ക് തനിയെ വരും. ലോകത്ത് ഓരോ മനുഷ്യനെയും ഓരോ ആത്മാവിനെയും ഈശ്വരൻ പരമാത്മാവ് സൃഷ്ടിച്ചിട്ടുള്ളത് ഈ അറിവുകളെല്ലാം നിങ്ങൾക്ക് തന്നിട്ടാണ്. ബൈബിളിലും ഖുർആനിലും പറയുന്നുണ്ട്, ആദമിനെ ഞാൻ എല്ലാ സാധനങ്ങളുടെയും ഈ ഭൂമിയിലുള്ള എല്ലാത്തിന്റെയും പേരുകൾ പഠിപ്പിച്ചിട്ടാണ് ഞാൻ നിങ്ങളെ അങ്ങോട്ട് അയച്ചത്. ആ ജീനിൽ നിന്നുള്ളവരാണ് നിങ്ങൾ. ശിവഭഗവാന് എല്ലാത്തിന്റെയും നാമം അറിയാം എന്നാണ് പറയുന്നത്. എല്ലാത്തിന്റെയും, അതിൽ നിന്നാണ് മനുഷ്യകുലം. എല്ലാത്തിന്റെയും നാമം നിങ്ങൾക്കറിയാം. എല്ലാ അറിവുകളും നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അതൊരു തോടിന്റെ ഉള്ളിലിരിക്കുകയാണ്. തോട് പൊതിഞ്ഞിരിക്കുകയാണ് നിങ്ങളെ. ഈ തോട് ഉണ്ടായത് എങ്ങനെയാണ്? ലോജിക്, അമിതമായ ലോജിക്, സംശയം, എല്ലാത്തിനും സംശയം. എന്തിനാണ് ഇവൻ രാവിലെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തത്തെ തന്നെ സംശയം. ഞാനത് ചെയ്താൽ ശരിയാവോ? എനിക്കിതൊക്കെ ഏക്കോ? എനിക്കിതൊക്കെ വലിക്കോ? എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? എനിക്കതിനുള്ള ധൈര്യം ഉണ്ടോ? നിങ്ങളുടെ യഥാർത്ഥ ആക്ച്വൽ പവർ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, നിങ്ങളുടെ യഥാർത്ഥ ആത്മ ചൈതന്യത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സുപ്രീം പവറായി മാറും ഭൂമിയിൽ. നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ സംസാരിക്കുന്നിടത്ത് ആളുകൾ കൂടും. നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയായിരിക്കും. നിങ്ങൾ പോകുന്ന വഴി എല്ലാം നിങ്ങൾക്ക് തുറന്നു വരും വാതിലുകൾ. ഇതിനകത്ത് ഒരുപാട് പേരുണ്ട് അങ്ങനെ ഫീൽ ചെയ്യുന്ന. നക്ഷത്രങ്ങളെ കാണുന്നവർ, താഴ്വരകൾ കാണുന്നവർ, ആകാശത്തെ കാണുന്നവർ, സൂര്യനെ കാണുന്നവർ, ആരാധനാലയങ്ങൾ കാണുന്നവർ, വിശുദ്ധ ഗ്രന്ഥം കാണുന്നവർ ഒക്കെ ഉണ്ട് ഇതിനകത്ത്. നമ്മുടെ സോൾ അവേക്കനിങ് പ്രോസസ്സ് നടക്കുമ്പോൾ അതിനേക്കാൾ എല്ലാം അപ്പുറത്ത് ഇതൊന്നും കിട്ടാതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് സംശയം ഉണ്ടാവും, ഇങ്ങനെയെല്ലാം അത്ഭുതങ്ങൾ കാണുന്നുണ്ടല്ലോ, ഞാനിതൊന്നും കാണുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ തെറ്റി. നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ അനുഭൂതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. പവർ ഓഫ് സൈലൻസ്, പവർ ഓഫ് ഡിവൈനിറ്റി, ദിവ്യമായ ആ അനുഭൂതി. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളെയും ആ ദിവ്യമായ അനുഭൂതിയിലേക്കും കണക്ട് ചെയ്യുന്ന ഒരു പാലം മാത്രമാണ് ഞാൻ ഒരിക്കലും ഒരു മാന്ത്രികനോ മന്ത്രവാദിയോ ഈശ്വരനോ ദൈവമോ ദൈവത്തിന്റെ മെസ്സഞ്ചറോ ഒന്നുമല്ല. ഇറ്റ്സ് എ സയൻസ്. മനുഷ്യനെ സൃഷ്ടിച്ച ഈശ്വരൻ മനുഷ്യന് നൽകിയിട്ടുള്ള ഒരു പവർ. ഇറ്റ്സ് എ സയൻസ്. അതിലേക്ക് കണക്ട് ആവാൻ നിങ്ങൾക്കൊരു ആളുടെ സഹായം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ആ സഹായിയാണ് ഞാൻ.